ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണ ഫൈൻഡിങ്സ് നടത്തുന്നു. അത് ഇൻ ക്യാമറയായി കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആ കാര്യങ്ങൾ പരിഗണിക്കുന്നു. അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ പുറത്ത് ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടെടുത്ത് അവനെ പിടിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അല്ലല്ലോ. വളരെ മെറ്റിക്കുലസ് ആയി വസ്തുതകൾ പരിശോധിച്ചിട്ടാണ് അന്വേഷണ സംഘം ഓരോരോ നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ളത് നമ്മൾ അന്വേഷണ സംഘത്തിന് വിടുകയല്ലേ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ അടുത്തതിന് ഇപ്പോൾ ഇന്ന ആളെ പിടിക്കും, വേറെ ആളെ പിടിക്കാനുണ്ട് എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അഭിലാഷേ, നമ്മൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇതുവരെ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ കൃത്യമായിട്ട് എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞിട്ട് കോടതിയിൽ റിപ്പോർട്ടും കൊടുത്ത് കോടതിയിൽ വിധിയും വന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്നത്. രണ്ട്, ഈ വിഷയത്തിൽ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരു സാധാരണ കേസ് പോലെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് ആരോപിക്കുകയാണോ? അല്ലല്ലോ. ഇത് കൃത്യമായിട്ട് ഏതൊരാൾക്ക് ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സാധാരണ പത്രം വായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്ന ചില സംശയങ്ങളില്ലേ? ആ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നേ. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ശബരിമല വിഷയം തന്നെ പുറത്തു വന്നത് എങ്ങനെയാണ്? ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം എന്താ? അത് നിങ്ങൾ ആദ്യം ഒന്ന് പറയും. ഈ ഒരു വിഷയത്തിൽ ദേവസ്വത്തിന്റെ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹത്തെ അറിയിക്കാതെ 2025 ചെന്നൈക്ക് ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്നുള്ള ഒരൊറ്റ പരാതിക്ക് പുറത്തല്ല ഇപ്പൊ ഈ വിഷയങ്ങൾ മൊത്തം സംഭവിക്കുന്നത്. അതായത് ശബരിമലയിൽ ഇത്രയധികം വലിയ കൊള്ള നടന്നു. 99 തുടങ്ങിയിട്ട് 10-30 വർഷമായിട്ട് ഇത്ര വലിയ കൊള്ള നടന്നിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം മാറി ഭരിച്ചത്? അത് രണ്ടുപേരുണ്ട്, LDF ഉണ്ട്, UDF ഉണ്ട്. ആളുകൾക്ക് ഇത് കണ്ടെത്താനോ അതല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് ഇപ്പൊ ഈ പറയുന്ന ന്യായം ഞങ്ങൾ പിടിച്ചില്ലേ, ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ലല്ലോ എന്ന് പറയുന്ന ഈ ന്യായം അവർക്ക് സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി പറ്റാത്ത എന്താ? ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ അന്വേഷണം നടക്കുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് സർക്കാരിന് ഒളിച്ചു വെക്കാനുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒളിച്ചു വെക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗങ്ങളോ വിവരങ്ങളോ സർക്കാരിന്റെയോ വിജിലൻസിന്റെ പോലും പരിസരത്ത് കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ദേവസ്വത്തിന്റെ പോലും പരിസരത്ത് കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയേണ്ട ആവശ്യമെന്ന് ഹൈക്കോടതി അവിശ്വസിച്ചില്ലേ? ഈ കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ ഹൈക്കോടതിയും അടക്കമുള്ള ആളുകൾക്ക് അവിശ്വസിക്കേണ്ട അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ ഇവർ കള്ളന്മാരാണെന്ന് തോന്നിയില്ലേ? അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പത്മകുമാറിനെ തന്നെ എടുത്തു. ഞാൻ വീണ്ടും പറഞ്ഞു, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കായിരിക്കും. പക്ഷേ ദൃശ്യമാധ്യമ വലിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ സ്വർണ്ണപ്പാളികളിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പറയും ശബരിമല ചെമ്പായിരുന്നു. അതുമല്ല, അതിനുശേഷം പിന്നീട് പറയാണ് 49 പവൻ സ്വർണ്ണമേ അവിടെ പൂശിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് 99 ഏകദേശം 5 കിലോയോളം വരുന്ന സ്വർണം കൊടുത്തു എന്ന് അന്നത്തെ അച്ചടി മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. എന്ന് മാത്രമല്ല, ഈ സ്വർണം കൊടുക്കുമ്പോഴും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അത് അന്നത്തെ ആരും മറന്നിട്ടില്ല. അതായത് UB ഗ്രൂപ്പ് ആദ്യമായിട്ട് ശബരിമലയിലേക്ക് സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ അന്നത്തെ നായനാർ സർക്കാർ, അന്നത്തെ LDF സർക്കാർ സമ്മതിച്ചില്ല. സ്വർണ്ണമല്ല, ഞങ്ങൾക്ക് പണമാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അന്ന് ഈ കൊള്ളയ്ക്ക് ഒരു കോപ്പ് കൂട്ടുകയായിരുന്നു. ഈ എങ്ങനെ വന്നാലും ഇവർക്ക് കണ്ണ് അങ്ങോട്ട് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർക്കാരിന് കണ്ണ പണത്തിലോട്ട് തന്നെയാണ്. ഇവർ അന്ന് പറഞ്ഞ് നിങ്ങൾ സ്വർണ്ണമായിട്ട് തരണം, നിങ്ങൾ കഴിഞ്ഞില്ല സ്വർണ്ണമായിട്ട് വരാം. എന്നിട്ട് ഹൈക്കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ് അവിടെ സ്വർണം കൊടുത്തത്. അന്ന് ഈ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന സ്വർണം കൊടുത്തത് പോലും ഹൈക്കോടതി ഇടപെടലോട്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു കള്ളത്തരം കാണിക്കാൻ വേണ്ടി കൊള്ള നടത്തുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഈ ഒരു വിഷയങ്ങൾ ലാസ്റ്റ് പോയിന്റ്, ഈ ഒരു വിഷയത്തിൽ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടത്ത് ഇത്തരത്തിലുള്ള ന്യായീകരണവാദികളുടെയും ഒക്കെ അഭിപ്രായം എന്തായിരുന്നു? ശബരിമലയിൽ സ്വർണ്ണമാണെന്ന് ഞങ്ങൾക്ക് അറിയേയില്ല. അതെങ്ങനെയാണ് അറിയാതെ വരുന്നത്? ദേവസ്വം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന, ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന, ദേവസ്വം പ്രസിഡന്റ് നിയമിക്കുന്ന ആ സർക്കാരിന് അവിടെ സ്വർണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാതെ വരിക? അറിയാമായിരുന്നില്ല, അറിയാം. അപ്പൊ ഇത് കൊള്ള ചെയ്ത് ഇവര് തന്നെയാ. ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മളിൽ നിന്നും, നിങ്ങളിൽ നിന്നും, പൊതുജനങ്ങളിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നും ഇവരിത് മറച്ചു വെച്ചു. ആ മറച്ചു വെച്ചത് ഇവരുടെ കള്ളത്തരമാണ്, ഇവരുടെ കൊള്ളയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ സമ്മതിക്കും. ആദ്യം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഒരു ബന്ധവുമില്ല. ഏതോ ഒരു പോറ്റി അവതാരം, ഏതോ ഒരു പോറ്റിയല്ലേ പത്മകുമാറിന് വീട്ടിൽ കയറി കറങ്ങി കിടന്നത്. ഈ കടകപ്പള്ളിയായിട്ടുള്ള ഫോട്ടോകൾ അടുത്ത് ബന്ധമുള്ളത് ഈ പറഞ്ഞ ഏതോ ഒരു പോറ്റിക്കല്ലേ. അപ്പൊ ഇവര് കള്ളം ആദ്യം പറഞ്ഞ എന്തിനാ? ഈ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങൾ ഓരോ ദിവസമായിട്ട് മാധ്യമങ്ങളിൽ പൊളിഞ്ഞു കൊണ്ടുകൊണ്ടിരുന്നില്ലേ? അതൊക്കെ ഇവർക്ക് ഇതിനകത്ത് പങ്കുള്ളത് കൊണ്ടല്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ പോലെ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ കള്ളത്തരം പറയുന്നത്? ശബരിമലയിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എത്രയാ പോയെന്ന് നമുക്ക് അന്വേഷിക്കാം എന്ന് പറയാൻ പറ്റാത്ത എന്താ?
കടകംപള്ളിക്ക് പറഞ്ഞൂടെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഇത് അന്വേഷിച്ചോട്ടെ, അന്വേഷണം നടക്കട്ടെ, അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ ഇവർക്ക്? കടകംപള്ളി സുരേന്ദ്രനോ എൻ വാസുവിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനോ സർക്കാരിന്റെ ശരി ശരി